അർജന്റീനയുടെ ആദ്യ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ അർജന്റീനൻ ആരാധകരും. നിലവിൽ അൾജീരിയയാണ് ഈ ഒരു പോരാട്ടത്തിൽ അർജന്റീനയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം 17-ാം തീയതി പുലർച്ചെ 6:30 അർജന്റീന അൾജീരിയ പോരാട്ടം നടക്കുന്നത്. നിലവിൽ അൾജീരിയ ഫിഫ റാങ്കിങ്ങിലെ 28-ാം സ്ഥാനക്കാരാണ്. സമീപകാലത്ത് മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളിലൊന്നാണ് ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയ. അതുകൊണ്ട് തന്നെ സർവാധിപത്യം പുലർത്തിക്കൊണ്ട് വിജയിക്കുക എന്ന ലക്ഷ്യമാണ് സ്കലോണിയുടെ അർജന്റീനയ്ക്കുള്ളത്. അതേസമയം അർജന്റീന തകർക്കാൻ വേണ്ടി വമ്പൻ ഒരുക്കങ്ങളാണ് അൾജീരിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫ്രണ്ട്ലി മത്സരം അടച്ചിട്ട സ്റ്റേഡിയത്തിൽ പോലും അവർ കളിച്ചിട്ടുണ്ട്. അർജന്റീനയ്ക്കെതിരെ എങ്ങനെ കളിക്കണമെന്ന പ്ലാൻ നടപ്പിലാക്കാനാണെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അന്ന് എതിരാളികളായി ബൊളീവിയയാണ് അൾജീരിയ ചൂസ് ചെയ്തത്. ആ മത്സരത്തിൽ 5-0 അൾജീരിയ വിജയിച്ചത്. എന്നാൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും സ്കലോണിക്കും ലക്ഷ്യമല്ല. അതുകൊണ്ട് തന്നെ സ്കലോണി പരീക്ഷിച്ചത് ഒരു പുത്തൻ ഫോർമേഷനാണ്. കഴിഞ്ഞ ദിവസം നടന്ന ട്രെയിനിങ് സെക്ഷൻ മത്സരത്തിനിടെ സ്കലോണി ഒരു പുതിയ ഫോർമേഷനെ അങ്ങ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലായിരിക്കും അർജന്റീന അൾജീരിയക്കെതിരെ കളിക്കാനിറങ്ങുക എന്ന് പ്രമുഖ അർജന്റീൻ മാധ്യമമായ TNT സ്പോർട്സ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3-5-2 എന്ന ഒരു അഡാർ ഫോർമേഷൻ തന്നെയാണ് സ്കലോണി ഒരുക്കിയിട്ടുള്ളത്. എന്താണ് ഇതിന് പിന്നിൽ? നിലവിൽ 3 സെൻട്രൽ ബാക്കുമാരെയായിരിക്കും സ്കലോണി ഡിഫൻസിൽ കളിപ്പിക്കുക. ലിസാൻഡ്രോയും ഒട്ടാമെൻഡിയും റൊമീറോയും. പിന്നെ മുന്നിലുള്ള 5 മിഡ്ഫീൽഡർമാരിൽ നിക്കോ ഗോൺസലസും സിമിയോണുകൾ മുഴുവൻ കവർ ചെയ്യേണ്ടി വരും. ഈ കാര്യത്തിൽ ഗുലിയാനോ സിമിയോണ് 100% മാർക്ക് കൊടുക്കാം. അദ്ദേഹം ഡിഫൻസിനെയും മുന്നേറ്റത്തിനെയും ഒരുപോലെ സഹായിക്കാൻ കെൽപ്പുള്ളവനാണ്. നിക്കോ ഗോൺസലസിനെ സ്കലോണി പലതവണ അതിൽ പരീക്ഷിച്ച് വിജയം കണ്ടിട്ടുണ്ട്. പിന്നെ റോഡ്രിഗോ ഡിപ്പോളോ, ചിലപ്പോൾ എൻസോ ഫെർണാണ്ടസോ ഒരു ഡിഫൻസീവ് മിഡായും മത്സരത്തിന്റെ പല സമയങ്ങളിലും കളിക്കുകയും ഒരു അറ്റാക്ക് വരുമ്പോൾ ഫോർമേഷൻ 3-5 എന്ന രീതിയിലാക്കാനും സ്കലോണിക്കാകും. എന്തുകൊണ്ട് സ്കലോണി ഈ ഫോർമേഷൻ തിരഞ്ഞെടുക്കുന്നു? അതിന് പിന്നിൽ കൃത്യമായൊരു കാരണമുണ്ട്. അൾജീരിയ വളരെ ശക്തമായി വിങ്ങുകളെ സജീവമായി ഉപയോഗിക്കുന്ന ടീമാണ്. പ്യുവർ കൗണ്ടർ അറ്റാക്കിംഗ് ടീം അല്ലെങ്കിലും വിങ്ങുകളിൽ അവർ മികച്ച രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. പന്ത് കൈവശം വെച്ച് കളിക്കും. അവസരം കിട്ടുമ്പോൾ വിങ്ങുകളിലൂടെ അതിവേഗ ട്രാൻസിഷൻ ഫുട്ബോളും കളിക്കും. അതിൽ പ്രധാന താരങ്ങളിൽ ഒരാളാണ് മുഹമ്മദ് ഒമൗറ. ഇടത് വിങ്ങിൽ വേഗതയാണ് ഏറ്റവും വലിയ ശക്തി. പന്ത് തിരിച്ചു കിട്ടിയാൽ സ്പേസിലേക്ക് ഓടിക്കയറുന്നതിൽ വളരെ അപകടകാരിയാണ്. മറ്റൊരാൾ റിയാദ് മെഹ്റസ് ആണ്. വലത് വിങ്ങിൽ നിന്ന് അകത്തേക്ക് കയറി അവസരങ്ങൾ സൃഷ്ടിക്കാനും മികച്ച രീതിയിൽ പ്ലാമേക്കിംഗ് ചെയ്യാനും ട്രിബ്ലിംഗ് ചെയ്യാനും കെൽപ്പുള്ള താരമാണ് റിയാദ് മെഹ്റസ്. ഇനി മറ്റൊരാൾ റയൻ ഐദ്നൗരിയാണ്. ഓവർലാപ്പിംഗ് റണ്ണുകളിലൂടെ ഇടതുവശത്ത് അധികം വീതി നൽകുന്ന ഫുൾ ബാക്ക്. അമുറയുമായി ചേർന്ന് ഇടതുഭാഗത്ത് 2vs1 സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള താരമാണ് അദ്ദേഹത്തെയും സ്കലോണിക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിങ്ങിലൂടെ ആക്രമണം നടത്തുന്ന ഫുട്ബോളാണ് അൾജീരിയ കളിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയ സ്കലോണി അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഫോർമേഷന് പദ്ധതിയിട്ടതും. വിങ്ങുകളിലൂടെയുള്ള മുന്നേറ്റം മധ്യനിരയിൽ വെച്ച് തന്നെ കട്ട് ചെയ്യുക. മധ്യനിരയിൽ സ്പേസ് ഇല്ലെങ്കിൽ വിങ്ങുകളിലൂടെ ആക്രമിക്കുക. സ്കലോണിയുടെ ലക്ഷ്യം കൃത്യമാണ്. അതിന് ഗുലിയാനോ സിമിയോൺ കൊണ്ടും നിക്കോ ഗോൺസലസിനെ കൊണ്ടും സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇനി അദ്ദേഹം ഈ ഫോർമേഷനെ ഹൈപ്പ് നൽകിക്കൊണ്ട് തന്റെ തനത് ശൈലിയായ 4-3-3 കളിക്കുമോ എന്നും കണ്ടറിയേണ്ടതാണ്. പ്രമുഖ മാധ്യമത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു ഫോർമേഷനിലായിരിക്കും അർജന്റീന കളിക്കുക എന്നാണ് റിപ്പോർട്ട്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്കലോണി പുതിയ ഫോർമേഷൻ പരീക്ഷിച്ചു നോക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഏതായാലും ആവേശകരമായ മത്സരം നാളെയാണ്. ഇന്ത്യൻ സമയം സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ 6:30. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.